നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 2 മുതൽ ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം, ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ലോട്ടറി പോലും ലഭിച്ചേക്കാം. അതിൻ്റെ ഒരു കാലയളവ് നമ്മൾ പറയുന്നത് മാർച്ച് 2 തൊട്ട് മാർച്ച് 26 വരെ ഉള്ള കാലഘട്ടത്തിൽ 14-ാം തീയതി സൂര്യൻ അനുകൂലമല്ലാതായി മാറും. ഇപ്പോൾ അനുകൂലമാണ്, ഈ കാലയളവിൽ അനുകൂലമാണ്. അപ്പോൾ അത് ഒഴിച്ചാൽ പ്രത്യേകിച്ച് മാർച്ച് 14 വരെ എന്തായാലും വളരെയധികം അത്യധികം ഗുണാധിക്യമുള്ള സമയമാണ്. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കാരണം സർപ്പം അനുകൂലമാണ് ഈ കാലയളവിൽ, 3-ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് ശുക്രൻ ഉച്ചരാശിയായ മീനം രാശിയിലേക്ക് മാളവീയ യോഗത്തോടു കൂടി രാശിമാറ്റം നടത്തുന്നു മാർച്ച് 2-ാം തീയതി. അത് അവിടെ മീനം രാശിയിൽ ശനി നേരത്തെ തന്നെ ഉണ്ട്. അപ്പോൾ ശനിയും ശുക്രനും സുഹൃത്തുക്കളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശുക്രൻ്റെ മാളവീയ യോഗത്തിന് പരമാവധി ശക്തി ഉണ്ടാകും. എങ്കിലും ഇവർക്ക് ശനി അവിടെ കണ്ടകശനിയായിട്ട് തുടരുന്നു. അവർ തീർച്ചയായിട്ടും ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വ്രതമെടുത്ത് വഴിപാടുകൾ നടത്തുക. പിന്നെ പ്രധാനമായിട്ടും പറയുന്നത് ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റം എന്ന് പറഞ്ഞാൽ ഭൂമി ക്രയവിക്രയം എന്ന് പറഞ്ഞാൽ ഭൂമി പുതുതായിട്ട് വാങ്ങുകയോ കയ്യിലുള്ള ഭൂമി വിൽക്കുകയോ അതല്ലെങ്കിൽ ലോൺ വെക്കുകയോ അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ, ഭൂമി, വീട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടക്കും. ഒരുപാട് കാലമായിട്ട് ചിലർ ഭൂമി വിൽക്കാൻ വെച്ചിരിക്കും. ഇപ്പോൾ കേരളത്തിലുള്ള ഉടനീളം അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് വാങ്ങാൻ അപ്രതീക്ഷിതമായിട്ട് ഈ കാലയളവിൽ, പ്രത്യേകിച്ച് മാർച്ച് 14 മുമ്പായിട്ട് അല്ലെങ്കിൽ മാർച്ച് 26 വരെയും ഈ ഭൂമി കച്ചവടത്തിൻ്റെ ഒരു സാധ്യത നിലനിൽക്കുകയാണ്. ഇവർക്ക് ഈ മാർച്ച് 2 തൊട്ട് മാർച്ച് 26 വരെ ചൊവ്വ, സർപ്പം, ശിഖി, ശുക്രൻ, വ്യാഴം ഇവയെല്ലാം അനുകൂലമാണ്. സൂര്യൻ 14-ാം തീയതി ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലത്തിലേക്ക് മാറും. ഓക്കെ, അപ്പോൾ ഇവർക്ക് ധനുരാശിയിൽപ്പെട്ട വിവാഹം കഴിക്കാത്ത ചെറുപ്പക്കാർക്ക് വിവാഹത്തിനുള്ള സാധ്യത ഒരുങ്ങി വരും. അതുപോലെ തന്നെ വിവാഹിതരായിട്ടുള്ള ദമ്പതികൾക്ക് പരമാവധി അവരുടെ ദാമ്പത്യ ജീവിതം ശോഭനമാവും. അതുപോലെ തന്നെ മാർച്ച് 14 വരെ സൂര്യൻ അനുകൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പുതുതായിട്ട് ജോലി തേടുന്ന ചെറുപ്പക്കാർക്ക് ജോലി ലഭിക്കും. ഇപ്പോൾ ജോലി ഉള്ളവർക്ക് തന്നെ സ്ഥാനക്കയറ്റം കിട്ടാം, ശമ്പള വർധനവ്, അതുപോലെ കിട്ടാനുണ്ടായിരുന്ന ആനുകൂല്യങ്ങളെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമാവും. പിന്നെ മെച്ചപ്പെട്ട ഒരു ജോലി ലഭിക്കാനുള്ള സാധ്യത, ജോലി ഉള്ളവർക്ക് തന്നെ ഇതിലും ഇപ്പോഴുള്ളതിനെക്കാട്ടിലും നല്ല ബെറ്റർ ആയിട്ടുള്ള ജോലി ലഭിക്കാനുള്ള സാധ്യത. പിന്നെ വീട്ടിനടുത്തേക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നിരത്തിപ്പിടിച്ചവർക്ക് സൗഭാഗ്യങ്ങൾ ഘോഷയാത്രയാണ്. പ്രത്യേകിച്ച് മാർച്ച് 2-നും മാർച്ച് 14-നും ഇടയ്ക്ക്. അത് മാർച്ച് 26 വരെ അതിന് സാധ്യതയുണ്ട്. ഓക്കെ.
ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കറിയാം. കലാസാഹിത്യ രംഗത്ത് ഉയർച്ചയുണ്ടാവും, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഉണ്ടാവും, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, ലൗകിക സുഖങ്ങൾ, എല്ലാ അത് ആഹാരം തന്നെയും എല്ലാ അങ്ങനെയൊക്കെയുള്ള, പിന്നെ വീട്, വാഹനം, ഇവിടെ ചൊവ്വ അനുകൂലമാണ്. ഓക്കെ, അപ്പോൾ വാഹന ലാഭം സാധ്യത, പിന്നെ രാഷ്ട്രീയ രംഗത്ത് പൊതുരംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും. അങ്ങനെ നിരവധി നേട്ടങ്ങൾ ധനുരാശിയെ കാത്തിരിക്കുകയാണ്. എല്ലാ ധനുരാശിക്കാർക്കും ഇത് നേടാൻ കഴിയട്ടെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഒരു കണ്ടീഷനുണ്ട്. ഈ ഭാഗ്യങ്ങളൊക്കെ ഉണ്ട് ശരി, പക്ഷെ അത് ലഭിക്കണമെങ്കിൽ നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. അപ്പോൾ മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, ദാനധർമാദികൾ, അതുപോലെ തന്നെ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, ഇതൊക്കെ പാലിക്കണം. തീർച്ചയായിട്ടും കർമ്മത്തിൽ കൂടുതൽ ജാഗരൂകരായി പ്രവർത്തിക്കണം കർമ്മരംഗത്ത്. അങ്ങനെയൊക്കെ വന്നെങ്കിൽ ഈ നേട്ടം ഉണ്ടാവുകയുള്ളൂ. അതായത് ബാങ്കിൽ ക്യാഷ് ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്, വന്നു കഴിഞ്ഞു, അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നു കഴിഞ്ഞു. പക്ഷെ അത് വിഡ്രോ ചെയ്യണം, ചെക്ക് എഴുതി കൊടുത്ത് അത് വാങ്ങണം. ഏതാണ്ട് അതുപോലെ അനുഗ്രഹങ്ങളെല്ലാം വന്ന് നിറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഇത് ഈശ്വരൻ്റെ കൈ പിടിച്ചുകൊണ്ട് ആ സൗഭാഗ്യങ്ങളെല്ലാം കയ്യിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഗതം ചെയ്യണം. പിന്നെ ഇത് കൂടാതെ ഇത് രാശിഫലമാണ്, നിങ്ങളുടെ മഹാദശ, അന്തർദശ, ഗ്രഹങ്ങളുടെ സ്ഥിതി, ഇതെല്ലാം തന്നെ ഇതിന് അതിൻ്റെ നിർഭാഗ്യങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ ഏതെങ്കിലും ഒരു ജ്യോതിഷനെ സമീപിച്ച് നിങ്ങളുടെ ഇപ്പോഴത്തെ ഇത് നോക്കി മഹാദശ, അന്തർദശയൊക്കെ അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ ഈശ്വരനുമായിട്ട് ചേർന്ന് നിൽക്കണം. അപ്പോൾ നിങ്ങൾക്ക് ജ്യോതിഷപരമായ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെടാം, വാട്സാപ്പിൽ ബന്ധപ്പെടാം. അതായത് ഈ പറഞ്ഞതൊക്കെ ഫോൺ വിളിക്കരുത്, പകരം വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക. അതായത് എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. അതുപോലെ തന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദക്ഷിണ കൊടുക്കുന്നതിന് ആചാരമുണ്ട്. പണമായിട്ട് വേണ്ട, പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയൊരു പരിപാടിയുണ്ട്, അതും ചെയ്യാൻ ശ്രമിക്കുക. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ, ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.